ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ടൊമാറ്റോ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 7 പഴുത്ത തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി, നല്ല കളറുള്ള തക്കാളി എടുക്കുക. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി ചൂടായി വന്ന പാനിലേക്ക് ഈ ചെറുതായി കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് 4-5 പീസ് ബീട്രൂട്ട്, ഒരു 1/4 ഭാഗം ഉള്ളി, വലിയ ഉള്ളിയാണ്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി. ഇവയൊന്നും കൂടി പോവാതെ നോക്കുക. 1 സ്പൂണ് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിനായിട്ട്. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തക്കാളി നിന്നിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കും ഇത്. കുറച്ച് സമയം എടുത്ത് തന്നെ അരിച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ സോസ് ഈ തിക്കിലല്ല വേണ്ടത്, അപ്പോൾ ഒന്നും കൂടെ തിക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ചൂടുള്ള പാനിലേക്ക് നമ്മൾ അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് നന്നായിട്ട് തിക്കായിട്ട് വരും. നിങ്ങളുടെ പാകത്തിനുള്ള തിക്ക് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.